നമ്മൾ ചെയ്യാൻ പോണത് നാടൻ ശൈലിയിലുള്ളൊരു പുളിങ്കറിയാണ്. അതിന് വാളംപുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈത്തപ്പഴം കുറച്ച് കുരു കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, ശർക്കര പൊടിച്ചത്, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി ചെറിയതാക്കി അരിഞ്ഞത്, പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, വറ്റൽമുളക്, വേപ്പില, വെളിച്ചെണ്ണ. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി ഇതിനെ നന്നായി മൊരിയിച്ചെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. നല്ല കളറൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി ഇതിനെ വറ്റൽമുളകിനെ ഒന്ന് മൊരിയിച്ചെടുക്കാം. ഈ മുളകൊക്കെ നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇതിൻ്റെ. നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കണം. മുളക് പൊടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് ലേശം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നത് വരെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം, നേരത്തെ നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, ആ പുളിവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. നന്നായി ഇളക്കി കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഈത്തപ്പഴം കുരു കളഞ്ഞ് വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ട്. ആ ഈത്തപ്പഴവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായി ഒന്ന് ഇളക്കി തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഇപ്പോൾ പുളിവെള്ളവും ഈത്തപ്പഴമൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടിച്ച ശർക്കര ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി തിളച്ച് ഇത് വറ്റി വരണം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. നമുക്ക് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. പുളിങ്കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഇത് നന്നായി വറ്റി ഇങ്ങനെ കുറുകി വരണം. എന്നാൽ മാത്രമേ ആ ഒരു പുളിങ്കറിയുടെ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ കുറച്ച് നേരം കൂടി നമുക്ക് കത്തിക്കേണ്ടതുണ്ട്. പുളിങ്കറി നന്നായി തിളച്ച് വറ്റി കുറുകിയിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും.